ഒന്നിലധികം പേർ നിങ്ങളെ അഭിനന്ദിച്ചു. എന്നാലും ഒരാൾ പറഞ്ഞ നെഗറ്റീവ് കമന്റ് മാത്രം പിന്നെയും പിന്നെയും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബ്രെയിനിന് ഇതിനൊരു റീസൺ ഉണ്ട്. സൈക്കോളജിയിൽ ഇതിനെ നെഗറ്റിവിറ്റി ബയാസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ പോസിറ്റീവായ ഇൻഫർമേഷനേക്കാൾ കൂടുതൽ ശ്രദ്ധ നെഗറ്റീവ് അഥവാ ത്രെട്ടനിങ് ആയ ഇൻഫർമേഷനാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് കമന്റ് 10 കോംപ്ലിമെന്റ്സിനേക്കാൾ പവർഫുൾ ആയി തീരുന്നത്. എന്നാൽ നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത് ഒരു അഭിപ്രായം മാത്രമാണ്. അത് ഒരു സത്യമല്ല. വളർച്ചയുടെ ആദ്യ സ്റ്റേജസിൽ ഡേഞ്ചർ നോട്ടീസ് ചെയ്ത് അത് അവോയ്ഡ് ചെയ്യുക എന്നത് സർവൈവലിന് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ആദ്യം ചോദിക്കാൻ പഠിച്ചത് എന്താണ് ശരിയായിട്ടുള്ളത് എന്നല്ല, എന്താണ് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത് എന്നാണ്. സോ വാട്ട് ക്യാൻ യു ഡു? 3 steps. 1. Don't replay the negative comment. ആ നെഗറ്റീവ് കമന്റ് മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുമ്പോൾ ചോദിക്കൂ, അത് ഒരാളുടെ അഭിപ്രായം മാത്രമാണോ അതോ നിങ്ങളെക്കുറിച്ചുള്ള സത്യമാണോ? 2. Look at the all picture. ഒരു നെഗറ്റീവ് കമന്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ എല്ലാ അഭിനന്ദനങ്ങളെയും മായ്ച്ചു കളയരുത്. സ്വയം ചോദിക്കൂ, ഇതിന് എവിഡൻസ് ഉണ്ടോ? 3. Take the lesson, leave the label. ആ ക്രിറ്റിസിസത്തിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയ കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് ലേൺ ചെയ്യുക. പക്ഷേ ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നത് ഐ എം എ ഫെയിലിയർ എന്ന് മാറ്റരുത്. ഓർക്കുക, നമ്മുടെ ബ്രെയിൻ നാച്ചുറലി നെഗറ്റീവ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തേക്കാം. എന്നാൽ അതിന് എത്ര മീനിങ് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. ഒരാൾ പറയുന്ന ഒരു നെഗറ്റീവ് കമന്റ് നിങ്ങളുടെ എൻറ്റയർ സ്റ്റോറി ആകാൻ അനുവദിക്കരുത്. Take the lesson, leave the label and move forward. Keep growing. Have a great life.